താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഗസയിലെ ജനങ്ങൾ അവരുടെ ജന്മനാടിലേക്ക് തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഗസയിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ഈ ഗസയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വൈകാരികമായിട്ടുള്ള കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത്. അതായത് ഗസയിലേക്ക് മടങ്ങി വരവേ തൻ്റെ ഇരട്ട സഹോദരനെ കണ്ടുമുട്ടി അദ്ദേഹത്തെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന 2 ഇരട്ട സഹോദരന്മാരുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്താണ് ഇരുവരും 2 സ്ഥലങ്ങളിലേക്കായി പോയത്. പിന്നീട് തൻ്റെ സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ഇരട്ട സഹോദരന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇരുവർക്കും അറിഞ്ഞിരുന്നില്ല. ശേഷം ഗസയിലേക്ക് ഇവർ മടങ്ങിയെത്തുമ്പോഴാണ് നീണ്ട നാളുകൾക്ക് ശേഷം ഇവർ കാണുന്നത്. ആ കാണുമ്പോഴുള്ള ഒരു സന്തോഷ പ്രകടനം ഇരുവരും കെട്ടിപ്പിടിച്ചുകൊണ്ട് പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇത്തരത്തിൽ ഒരുപാട് വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ വരുന്ന സമയത്ത്, അതായത് ഗസയിലെ ജനങ്ങൾ തിരിച്ചെത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ വീണ്ടും കാണുന്നതൊക്കെ ഈ വേളയിലാണ്. അതിലൊരു വീഡിയോ, അത് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ കുട്ടിയുടെ വീഡിയോ ആയതിനാൽ തന്നെ ആ കുട്ടി തൻ്റെ അച്ഛനോട് പറയുന്നത് ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുതേ എന്നും എൻ്റെ കൂടെ ഇനിയൊന്നും ഉണ്ടാകണമെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പിതാവിനെ നോക്കി കരയുന്ന 2 കുട്ടികളുടെ വീഡിയോ അടക്കം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഈ ഇരട്ട സഹോദരന്മാരുടേത്. ഏതായാലും ഗസയിലേക്ക് വലിയ രീതിയിൽ ആളുകൾ തിരിച്ചെത്തി തുടങ്ങുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരെ ഗസയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് നടത്തുന്നത്. ട്രംപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഗസയിലെ ജനങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോകണം എന്നുള്ളതാണ്. അതായത് കുറച്ച് ആളുകൾ, ഗസയിലെ കുറച്ച് ആളുകൾ ഇന്തോനേഷ്യയിലേക്ക് അഭയാർത്ഥികളായി പോയിട്ടുണ്ട്. ഇന്തോനേഷ്യയെ പോലെ മറ്റുള്ള അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ഗസയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിപ്ലവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഗസയിലെ ജനങ്ങൾ വീണ്ടും ഗസയിലേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല, അവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാലും ഇതൊന്നും വകവെക്കാതെയാണ് ഗസയിലെ ജനങ്ങൾ അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ അവർ അവരുടെ പഴയ വീടുകൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ മസ്ജിദുകളൊക്കെ വീണ്ടും പുനർനിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഗസയിലെ ജനങ്ങൾ വീണ്ടും ഗസയിലേക്ക് വരുമ്പോൾ അത് അവരുടെ മണ്ണിനോടുള്ള സ്നേഹം കൂടിയാണ്. കാരണം അവർക്ക് തിരിച്ചു വന്ന പല ആളുകൾക്കും അവർക്ക് സ്വന്തമായി വീടില്ലാത്തവർ, അല്ലെങ്കിൽ നേരത്തെ വീടുണ്ടായിരുന്നവർ, അവർക്ക് വീട് നഷ്ടമായിട്ടുണ്ട്, അവരുടെ ഉറ്റവർ നഷ്ടമായിട്ടുണ്ട്. എന്നിട്ടും അവർ തിരികെ ഗസയിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നത് അത് അവരുടെ മണ്ണാണ്. ആ മണ്ണ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.